എനിക്ക് ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഞാൻ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർത്ത് ഞാൻ ഇപ്പൊ എന്നെ ഒന്ന് റിയലൈൻ ആ വർക്ക്ഷീറ്റ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ബേസിക്കലി ഈ മൂന്ന് കാര്യത്തില്ലേ, കുറച്ച് ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പല സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് പറഞ്ഞ പോലെ സെയിം ആയിരിക്കും, പക്ഷെ ഒരു ഹാൻഡ് ഹോൾഡിങ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു അതാണ് ഇതിന്റെ ഫ്ലേവർ എന്ന് തോന്നുന്നു. അതൊരു ഭയങ്കര ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് എനിക്ക്. പിന്നെ അതുപോലെ ആ ജേർണി ഉണ്ട്, ആ 3 ദിവസത്തെ ആണെങ്കിലും നമ്മൾ തുടക്കം മുതൽ ആ കിട്ടുന്ന ആ ഇമ്പാക്റ്റ് ഒരു വലിയൊരു ചേഞ്ച്. റിയലൈസേഷൻ ഫസ്റ്റ് നമ്മൾ നമ്മളെ ആ സ്റ്റേജിൽ റിയലൈസേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുള്ളി ഡൺ. അതിനകത്ത് യാതൊരു ചാൻസും ഇല്ല. ഇറ്റ് വാസ് വെൽ റിസീവ്ഡ്. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ആൻഡ് ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബേബി സ്റ്റെപ്സ് ആണ്, ഒന്നും വലിയ സ്റ്റെപ്പ്, പക്ഷേ ഐ കൻ ഫീൽ ദാറ്റ് ഡിഫറൻസ് ഇൻ ലോട്ട് ഓഫ് തിങ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ മേജർ ഗോൾ അവിടെ കിടപ്പുണ്ട്. ഞാൻ പ്രോഗ്രസീവ്ലി, ഗ്രാജുവലി ആൻഡ് പ്രോഗ്രസീവ്ലി അങ്ങോട്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ ഐ ക്യാൻ ഫീൽ ദ ഡിഫറൻസ് ഓൺ എ ഡെയിലി ബേസിസ്. ലാസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട് ഞാൻ 2-3 മോർണിംഗ് സെഷൻസ് മിസ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഓറ ഇതിലേക്ക് വരാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ആൻഡ് എന്റെ പേഴ്സണൽ കോൺവെർസേഷൻസിലും അത് ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓഫീസിൽ പോയി. ഓഫീസ് പൊളിറ്റിക്സ് അല്ലേ, ഒത്തിരി കാര്യങ്ങൾ വരും. പക്ഷെ ഞാൻ എന്ത് പറയണം, ചിലയിടത്ത് എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. ഞാനത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൂസ് ടോക്ക് വന്നു. പക്ഷെ എന്റെ ഇന്നത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എസ്കലേഷൻ, ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഒരു എസ്കലേഷൻ വന്നു. അതെന്നെ വിളിച്ച് അത് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ആ കുട്ടി ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ട് എന്റെ അടുത്ത് പൊട്ടിത്തെറിക്കുമായിരുന്നു. കാരണം ഞാൻ ഡയറക്ട്ലി റെസ്പോൺസിബിൾ അല്ല, പക്ഷെ എന്റെ അടുത്ത് പൊട്ടിത്തെറിച്ചു. ഞാൻ നേരത്തെ തന്നെ സ്വഭാവത്തിൽ വെച്ചാണ് ഞാൻ റെസിപ്രോക്കേറ്റ് ഇൻ ദ സെയിം മാനർ. പക്ഷെ ഞാൻ ചെയ്തില്ല. കാമൻ ക്വയറ്റ്. ഞാനൊരു 20 മിനിറ്റ്സ് എടുത്തു ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇതുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞു, വേറെ ഐ നീഡ് ടു ടേക്ക് എ സ്റ്റിക്ക് ഓർ എ ക്യാരറ്റ് എന്ന് പറയുന്നത്. ഐ വാസ് ടേക്കൻ എ സ്റ്റിക്ക് ഓൾസോ. പക്ഷെ ഇറ്റ് വാസ് വെൽ റിസീവ്ഡ്. എനിക്കത് ബ്യൂട്ടിഫുള്ളി ഐ ഹാൻഡിൽ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഐ എം വെരി ഹാപ്പി വിത്ത് ദ വേ ഇറ്റ് ഇസ് പ്രോഗ്രസിംഗ് ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ്. പക്ഷെ പറഞ്ഞ പോലെ എനിക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇനി. ദാറ്റ് ഐ വിൽ ബൈ ഇൻ അതർ 2 days ഞാനത് കംപ്ലീറ്റ് ചെയ്യും. മൺഡേ വിൽ ബി ഓൺ ട്രാക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത്. Yes. Happily, heavily involved. Thank you so much for the session. Thank you. Thank you.